മാഷല്ലേ നല്ലത്. മാഷിനെ പോലെ ഇത്ര നല്ല വിദ്യാഭ്യാസ മന്ത്രി വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ. അപ്പം നല്ലൊരാൾ വരണ്ടേ. പിന്നെ ബെന്നി ബഹനാൻ ഇവിടെ ഒന്നും കാണാനില്ല. ആൾ അന്ന് പോയിട്ട് ഇപ്പോഴാണ് എവിടെയൊക്കെയോ കാണുന്നത്. ടാറ്റ തരാൻ മാത്രം വരാറുള്ളൂ. മാർച്ച് ചോദിച്ചാൽ അപ്പോൾ മാർച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ട്, സ്കൂളിലേക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഈ 19 MP ഇവിടെ കേരളത്തിൽ പോയിട്ട് എന്താ ചെയ്തവർ അവിടെ? ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. ഞങ്ങളൊന്നും വോട്ട് ചെയ്യില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ ഇനിയിപ്പോൾ പാർലമെന്റിൽ പോയിട്ട് ഒരു കാര്യമില്ല. നല്ല മനുഷ്യനല്ലേ, അത് കാരണം നല്ല മനുഷ്യനായതുകൊണ്ട്, നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളായതുകൊണ്ട്, മന്ത്രിയൊക്കെ ആയിരുന്നപ്പോൾ നല്ല രീതിയിലല്ലേ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനം കൊണ്ട് ജയിക്കും. രവീന്ദ്രനാഥ് പുള്ളി നല്ലൊരു നേതാവാണ്. പിന്നെ ആർഭാടങ്ങളില്ല. എനിക്ക് വലിയ ഇതില്ല, അഭിപ്രായം കുറവാണ്. മന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് പുള്ളി. ആദ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ലൊരു പ്രവർത്തനം തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയൊക്കെ. പുള്ളിക്ക് വോട്ട് ചെയ്യാൻ തന്നെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട്, കാരണം ഒരു നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പുള്ളിയുടെ വ്യക്തിത്വം നോക്കി വോട്ട് ചെയ്യണം.